നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇപ്പോൾ ഒരു വിപ്ലവകരമായ ആഹ്വാനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരികയാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് ആഗോള സാമ്പത്തിക രംഗത്തുണ്ടായ അസ്ഥിരത മറികടക്കാൻ രാജ്യത്തെ ജനങ്ങളുടെ സഹകരണം തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അസാധാരണമായ ചില സ്വയം നിയന്ത്രണ നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈദരാബാദിലെ റാലിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് രാജ്യം ഒരു ലോക്ക്ഡൌണിന് സമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു മാറ്റം ഓരോരുത്തരും ചെയ്യണമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനം. ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണം, വിദേശ യാത്രകൾ മാറ്റിവെക്കണം. ഇതൊക്കെ ഈ ഒരു നിർദ്ദേശങ്ങൾ കേവലം ഉപദേശങ്ങളല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സാമ്പത്തിക ആഘാതത്തിന്റെ മുന്നറിയിപ്പായാണ് സാമ്പത്തിക വിദഗ്ധർ കാണുന്നത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങളിൽ ഏറ്റവും ഞെട്ടിക്കുന്നതാണ് ഈ സ്വർണത്തോടുള്ള വിലക്ക്. ഒരു വർഷത്തേക്ക് കുടുംബ ചടങ്ങുകൾക്ക് പോലും സ്വർണം വാങ്ങരുത് എന്ന ആഹ്വാനം കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ സ്വർണ്ണ വിപണിയെ തകർക്കാൻ പോകുന്നതാണ്. വർദ്ധിച്ചു വരുന്ന ഇന്ധന വിലയും വിദേശ നാണയ ശേഖരത്തിൽ ഉണ്ടാകുന്ന കുറവും കണക്കിലെടുത്ത് നിയന്ത്രണങ്ങൾ പാലിക്കാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഒരു വർഷത്തേക്ക് വിവാഹങ്ങൾക്കും മറ്റും സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ഇതിലേറ്റവും ശ്രദ്ധേയം. വിദേശ നാണ്യം പുറത്തേക്ക് പോകുന്നത് തടയാൻ അടുത്ത ഒരു വർഷത്തേക്കാണ് ഇത്തരത്തിൽ വിവാഹ ആവശ്യങ്ങൾക്കായി പോലും പുതിയ സ്വർണം വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ രാജ്യത്തെ ജനങ്ങളോട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില ബാരലിന് $126 ഉയർന്ന സാഹചര്യത്തിലാണ് അനാവശ്യ യാത്രകൾ ഒഴിവാക്കി ഇന്ധനം ലാഭിക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി തൊഴിലിടങ്ങളിൽ പരമാവധി വർക്ക് ഫ്രം ഹോം രീതിയും വീഡിയോ കോൺഫറൻസിംഗും വീണ്ടും സജീവമാക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. സ്വർണത്തോടുള്ള ഇന്ത്യക്കാരുടെ താല്പര്യം അറിയാമെങ്കിലും രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കാനാണ് ഈ ത്യാഗം. ഭാരതീയരായിട്ടുള്ള ഓരോ ജനങ്ങളും ഈ ത്യാഗം സഹിച്ചേ പറ്റൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വർണ്ണ ഇറക്കുമതിക്കായി രാജ്യം വൻതോതിൽ വിദേശ നാണ്യം ചിലവഴിക്കുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഇത് സ്വർണ്ണക്കടകൾ പൂട്ടുന്നതിലേക്കും അനുബന്ധ മേഖലയിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. സ്വർണത്തിന് മേൽ അനൌദ്യോഗികമായ ഒരു നിയന്ത്രണം സർക്കാർ കൊണ്ടുവരികയാണോ എന്ന ചോദ്യമുയരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധം ഉടനൊന്നും തീരില്ലെന്ന വിലയിരുത്തലും മോദിയുടെ പ്രസ്താവന ചർച്ചയാക്കുന്നുണ്ട്. ഇനി എന്തുകൊണ്ട് ഈ ഒരു സ്വർണത്തിന് നിയന്ത്രണം? ഈ ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് $70 നിന്നാണ് $126 കുതിച്ചുയർന്നതാണ് ഇപ്പോൾ ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കിയത്. ഇറാനുമായുള്ള യുദ്ധം കാരണം ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടതാണ് എണ്ണയുടെ ഇറക്കുമതി ചിലവ് കുത്തനെ കൂട്ടിയിരിക്കുന്നത്. എണ്ണയ്ക്കും സ്വർണത്തിനും ഡോളറിലാണ് ഇന്ത്യ പണം നൽകേണ്ടത്. എണ്ണയ്ക്കായി കൂടുതൽ ഡോളർ ചിലവാക്കേണ്ടി വരുമ്പോൾ സ്വർണ്ണ ഇറക്കുമതി കൂടി വർദ്ധിക്കുന്നത് രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമാകും. സ്വർണവും ഇനി രൂപയുടെ മൂല്യവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പരിശോധിക്കാം. ഇന്ത്യ തങ്ങളുടെ എണ്ണ ആവശ്യത്തിന്റെ 85% ഇറക്കുമതിയാണ് ചെയ്യുന്നത്. സ്വർണ്ണ ഇറക്കുമതിയിൽ ലോകത്ത് തന്നെ മുൻപന്തിയിലാണ് നമ്മൾ. എണ്ണവില കൂടുമ്പോൾ സ്വർണ്ണ ഇറക്കുമതി കൂടി ഉയർന്നാൽ വിദേശ നാണ്യ ശേഖരം വേഗത്തിൽ കുറയും. ഇത് കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിപ്പിക്കുകയും രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇനി മുൻകരുതൽ നടപടികൾ അനാവശ്യമായ ഡോളർ ചോർച്ച ഒഴിവാക്കാൻ സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. മുൻകാലങ്ങളിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചും സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ പ്രോത്സാഹിപ്പിച്ചും സർക്കാർ സമാനമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ജനങ്ങളുടെ നേരിട്ടുള്ള പങ്കാളിത്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെടുന്നത്. മറ്റുള്ള പല നിർദ്ദേശങ്ങൾ കൂടി പറയാം. സ്വർണത്തിന് പുറമെ വിദേശ നാണ്യം ലാഭിക്കാൻ മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വർക്ക് ഫ്രം ഹോം രീതികൾ വീണ്ടും നടപ്പിലാക്കുക, പെട്രോൾ ഡീസൽ ഉപയോഗം പരമാവധി കുറയ്ക്കുക, വിദേശ യാത്രകളും വിദേശത്തെ വിവാഹ ആഘോഷങ്ങളും ഒഴിവാക്കുക, പാചക എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കുക, രാസവളങ്ങളുടെ ഉപയോഗം പകുതിയായി കുറച്ച് പ്രകൃതിദത്ത കൃഷിയിലേക്ക് മാറാൻ കർഷകരോടും ആവശ്യപ്പെട്ടു.
ഇനി ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ജനങ്ങൾക്കുണ്ടാവും. ഒരു കുടുംബം സ്വർണം വാങ്ങാതിരുന്നാൽ മാറ്റമുണ്ടാകുമോ? സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഒരേ സമയം സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാക്കും. ടൺ കണക്കിന് സ്വർണ്ണമാണ് ഓരോ വർഷവും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. എണ്ണവില വർധനവ് മൂലം രാജ്യം സാമ്പത്തിക സമ്മർദ്ദത്തിലായിരിക്കുന്ന ഈ ഘട്ടത്തിൽ സ്വർണത്തിനായി ഡോളർ പുറത്തേക്ക് ഒഴുകുന്നത് തടയുക വഴി പണപ്പെരുപ്പം നിയന്ത്രിക്കാനും നമ്മുടെ രൂപയെ സ്ഥിരപ്പെടുത്താനും സാധിക്കുമെന്നാണ് സർക്കാർ വിശ്വസിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം വിതരണ ശൃംഖലകളെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ പ്രതിമാസം ഏകദേശം 30,000 കോടി രൂപയുടെ നഷ്ടം നേരിടുന്നുണ്ടെന്നാണ് കണക്കുകൾ. പ്രധാന എണ്ണ ഇറക്കുമതി പാതയായ ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത തടസ്സം ഗ്യാസ് വളം വിതരണത്തെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ദേശീയ കടമ എന്ന നിലയിൽ ഈ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഓരോ പൗരനും തയ്യാറാകണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള വെല്ലുവിളികൾക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ജനങ്ങളുടെ പിന്തുണ അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രിയുടെ ആഹ്വാനം രാജ്യ താൽപര്യം മുൻനിർത്തിയുള്ളതാണെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും പറഞ്ഞു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ധനവില വർദ്ധിപ്പിക്കാതെ സ്ഥിരത നിലനിർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. നിലവിലെ എണ്ണ കമ്പനികൾ വലിയ നഷ്ടം സഹിച്ചാണ് കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം വിൽക്കുന്നതെന്നും പ്രതിദിനം 1000 കോടി രൂപയുടെ വരെ നഷ്ടം കമ്പനികൾക്ക് ഉണ്ടാകുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം തന്നെ മോദി സർക്കാരിന്റെ ഇന്ധന നികുതി കുറച്ച നടപടി വഴി പ്രതിമാസം 14,000 കോടി രൂപയുടെ റവന്യൂ നഷ്ടം ഉണ്ടാകുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി ഇതിനെതിരെ വിമർശനവുമായിട്ട് കോൺഗ്രസ് രംഗത്ത് വരുന്നുണ്ട്. നിലവിലുള്ള ഇറാൻ-US യുദ്ധത്തിനിടയിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാജയപ്പെട്ടുവെന്നും സാധാരണക്കാരുടെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ആഗോള ഊർജ്ജ പ്രതിസന്ധിയിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പകരം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ലജ്ജാകരമാണെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. 3 മാസമായി ഇറാൻ-US യുദ്ധം തുടരുകയാണ്. എന്നിട്ടും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. സാധാരണക്കാരെ അസൗകര്യങ്ങളിലേക്ക് തള്ളിവിടുന്നത് നാണമില്ലാത്തതും ഉത്തരവാദിത്തമില്ലാത്തതുമായ നടപടിയാണെന്നാണ് KC വേണുഗോപാൽ എക്സിൽ കുറിച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ പെട്രോളിയം മന്ത്രാലയവും ധനകാര്യ മന്ത്രാലയവും കൂടുതൽ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചേക്കും. പ്രധാനമന്ത്രിയുടെ ഈ അസാധാരണ ഇടപെടൽ ഒരു വലിയ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണോ എന്ന് രാജ്യം ഉറ്റുനോക്കുന്നു. ആഗോള രാഷ്ട്രീയത്തിലെ ചലനങ്ങൾ ഇന്ത്യയുടെ ഓരോ സാധാരണക്കാരന്റെയും കീശയെയും അടുക്കളയെയും ബാധിക്കുമെന്ന് തന്നെയാണ് മോദി പറയുന്നത്.